അധ്യയന വർഷം ആരംഭിച്ച് ഒരു മാസം പൂർത്തിയായിട്ടും സംസ്ഥാനത്തെ അധ്യാപകർക്ക് സഹായി ബുക്ക് ലഭിച്ചില്ല. സ്കൂൾ സിലബസ് മാറിയ സാഹചര്യത്തിൽ ലഭ്യമാകേണ്ട ഹാൻഡ് ബുക്കിന്റെ പ്രിന്റിംഗ് പോലും ആരംഭിച്ചിട്ടില്ല. വിഷയത്തെ സർക്കാർ ഗൗരവമായി കാണുന്നില്ല എന്ന് KPSTA സംസ്ഥാന ജനറൽ സെക്രട്ടറി PK അരവിന്ദൻ 24നോട് പറഞ്ഞു. പാഠപുസ്തക പരിഷ്കരണത്തോടൊപ്പം തന്നെ അധ്യാപക സഹായികളും അധ്യാപകരുടെ കൈകളിലേക്ക് എത്തേണ്ടതാണ്. അതോടൊപ്പം തന്നെ 2, 4, 6, 8, 10 ക്ലാസ്സുകളിലെ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹാൻഡ് ബുക്കുകളും ഇതുവരെ പ്രസിദ്ധീകരിച്ച് അധ്യാപകരുടെ കൈകളിലേക്ക് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫലപ്രദമായ ഒരു ഗുണമേന്മ പാഠപുസ്തകങ്ങളിലൂടെ ഉണ്ടാക്കിയെടുക്കാനും എങ്ങനെ ഒരു ക്ലാസ്സിനെ സമീപിക്കണം എന്നുള്ളത് അധ്യാപകർക്ക് പ്രയാസകരമാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. നിഖിൽ, ഇതിന്റെ പ്രിന്റിംഗ് പോലും ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നാണോ മനസ്സിലാവുന്നത്? നിഖിൽ, രജിത്ത്, രണ്ട് സാഹചര്യമാണ് ഇത്. സാധാരണഗതിയിൽ പാഠപുസ്തകം വിതരണം ചെയ്യുമ്പോൾ തന്നെ അധ്യാപക സഹായിയും വിതരണം ചെയ്യുന്നതാണ്. കേവലം പാഠപുസ്തകം കൊണ്ട് മാത്രം അധ്യാപകർക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയില്ല. എന്താണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടതെന്ന് ഈ അധ്യാപക സഹായി ഉപയോഗിച്ചുകൊണ്ടാണ് കുട്ടികളിലേക്ക് എത്തിക്കുന്നത്. അതിത്തവണ അതിൻ്റെ പ്രിന്റിംഗ് പോലും, അതായത് 1, 3, 5, 7, 9 ക്ലാസ്സുകളിലെ കുട്ടികളെ പഠിപ്പിക്കുന്നത് PDF ഉപയോഗിച്ചാണ്. ഇതിൻ്റെ പ്രിന്റ് ചെയ്ത ഭാഗം ഈ അധ്യാപകരിലേക്ക് എത്തിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടത് 2, 4, 6, 8, 10 ക്ലാസ്സുകളിലേക്കുള്ള അധ്യാപക സഹായി തയ്യാറാക്കിയിട്ട് പോലുമില്ല എന്നുള്ളതാണ്. അത് വളരെ ഗൗരവം നിറയ്ക്കുന്ന ഒരു കാര്യമാണ്. അത് തയ്യാറാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇനി എപ്പോഴാണ് ഇത് തയ്യാറാക്കി അതിൻ്റെ PDF ആദ്യം ലഭ്യമാക്കി പിന്നീട് പ്രിന്റ് ചെയ്ത് സംസ്ഥാനത്തെ ആയിരക്കണക്കിന് അധ്യാപകരുടെ കൈകളിലേക്ക് അത് എത്തിക്കണം. അത് എത്തിച്ചാൽ മാത്രമേ അവർക്ക് പൂർണ്ണമായ രീതിയിൽ കുട്ടികളിലേക്ക് ക്ലാസ്സുകൾ നൽകാനാകൂ. പുതിയ പാഠ്യപദ്ധതിയാണ് നിലവിലത്തെ സാഹചര്യത്തിലുള്ളത്. പാഠപുസ്തക പരിഷ്കരണത്തിന് ശേഷമുള്ള ക്ലാസ്സിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ അധ്യാപക സഹായം തന്നെ ഇവർക്ക് ലഭ്യമാകേണ്ടതുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യത്തിൽ കാര്യമായിട്ടുള്ളൊരു ഗൗരവം വച്ചു പുലർത്തുന്നില്ല എന്നുള്ളതാണ് അധ്യാപക സംഘടനകളുടെ തന്നെ വിമർശനം. അവർ പറയുന്നത് സാധാരണഗതിയിൽ ഇത് പാഠപുസ്തകം എപ്പോൾ നൽകുന്നോ അപ്പോൾ തന്നെ ഈ അധ്യാപക സഹായം നൽകാറുണ്ട്. ഇത്തവണ പക്ഷേ പതിവിൽ വിപരീതമായിക്കൊണ്ട് ഇത്തരത്തിലുള്ളൊരു സമീപനത്തിലേക്ക് സർക്കാർ പോകുന്നു എന്നാണ് അധ്യാപക സംഘടനകൾ അടക്കം പറയുന്നത്. അത് നിഖിൽ പ്രമേഷാണ് കോഴിക്കോട്ട് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.